ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2026 ആണ് ഏറ്റവും തൊട്ട് മുൻപ്, അതായത് 2025 നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാനിത് മിക്കവാറും എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത് 2026 ഇതൊരു വാഗ്മൺ ട്രിപ്പിന്റെ വീഡിയോ ആണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ ഒരു കാര്യം പറയാണ്, 2026 ഇടാൻ പോകുന്ന ഈ ഫസ്റ്റ് ലോങ് വീഡിയോ പോലെ തന്നെ എനിക്കിതുപോലെ ഒരുപാട് ട്രിപ്സ് ഒക്കെ പോകാൻ പറ്റി, ഒരുപാട് ട്രിപ്പ് വീഡിയോകൾ കൂടി എന്റെ ലിസ്റ്റിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ? ട്രിപ്പ് പോകാൻ നമുക്ക് നല്ല എനർജി വേണം. അതുകൊണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോ താനെ എനർജി ഒക്കെ വന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കാട്ടോ. ഗൈസ്, നമ്മള് ഹൈ റേഞ്ചിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നല്ലൊരു സ്പോട്ട് കണ്ടു. എല്ലാവരും കൂടി നമുക്ക് നമ്മളപ്പം നമ്മുടെ റിസോർട്ട് എത്തിട്ടോ. ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന പുറകിൽ നമുക്ക് നമ്മുടെ ഹിൽ സ്റ്റേഷൻസും ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് ഇത്. ബാക്ക് വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ റിസോർട്ട് ഫുൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം. 2 ബെഡ്റൂംസും പിന്നെ 2 ടോയ്ലറ്റ്സും പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെയാണ്. ഫുള്ളി വുഡ്സ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഭയങ്കര ഒരു കൂളിംഗ് ആണ് കേട്ടോ ഇതിനകത്ത്. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിരുന്നു. ഇനി അടുത്ത പരിപാടി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ജീപ്പ് ട്രക്കിങ്ങിന് പോകണം. ഇനി നമ്മൾ അടുത്തതായിട്ട് സെക്കൻഡ് സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. സത്യം പറഞ്ഞ ജീപ്പ് ട്രക്കിംഗ് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ 3 മണിക്കൂറൊക്കെ ജീപ്പ് ട്രക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. ബോഡിയിലെ ഏതൊക്കെ പാർട്സ് ഊരി വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഇവിടെ ഒരു ടണലുണ്ട്, നമ്മളപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂവി ഷൂട്ട് ചെയ്ത ടണലാണെന്നാണ് അറിഞ്ഞത്. നോക്കി ഇറങ്ങണേ. ഗൈസ്, ഞങ്ങൾ ഈ ഇരുട്ടിലൂടെ ഈ ടണലിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ തിരിച്ചു വന്നു.
അടിപൊളി എന്താ കേവ് ജസ്റ്റ് അമേസിംഗ് ഗൈസ്. എന്തായാലും ഒരു വട്ടെങ്കിലും ഇങ്ങോട്ട് വരേണ്ടതാണ് നിങ്ങൾ. ഇത്ര അടിപൊളി. അങ്ങനെ ഒരു 3-4 മണിക്കൂറിൻ്റെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലോട്ട് തിരിച്ചെത്തിയതും കണ്ട കാഴ്ചയാണത്. ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആക്ച്വലി എല്ലാവരും നല്ല ടയേർഡാണ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കുളിക്കുക, പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുക, എന്നിട്ട് നന്നായി കിടന്നുറങ്ങുക. എന്നിട്ട് വേണം നാളത്തെ ഡേ നമുക്ക് അടിപൊളിയാക്കാൻ. ഒരുപാട് സ്പോട്ടിലോട്ട് പോകാനുണ്ട്. നമ്മൾ കുളിച്ച് സെറ്റായി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് എന്താന്ന് നോക്കിട്ട് വരാം. ഇപ്പൊ സമയം 11:30 കേട്ടോ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞത് ഇപ്പൊ കെടുക്കാൻ പോവാണ്. അപ്പൊ നാളെ കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേഗം തന്നെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് വരാം. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഗമണിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മെഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കാണ്. എന്താണെന്ന് അറിയില്ല, നമുക്ക് അങ്ങോട്ട് പോയാലേ മനസ്സിലാവുള്ളൂ. ഒരു കുന്നിൻ്റെ മേളിലായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ സെറ്റായിട്ട് വൈബടിച്ചുകൊണ്ടിരിക്കണം. കാണിച്ചു തരാം. ഇങ്ങനെ നല്ല വെയിലാണ്. നല്ല വെയിലായത് കാരണം പെട്ടെന്ന് കിട്ടിയ ഒരു ഹാക്ക് തൊപ്പിയെടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ. ഒരു കുന്നിന്റെ മേലെ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവസാനമായിട്ട് നമ്മൾ ഒരു സ്പോട്ടിലും കൂടി പോവാണ്. അതാണ് ഇലവീഴ പൂഞ്ചിറ. എന്താണ് ഇലവീഴ പൂഞ്ചിറ അല്ല? താഴെ വീഴില്ല. അത്ര എന്ത് വീഴില്ലാന്ന്? ഇല താഴെ വീഴില്ലാന്നോ? കാറ്റ് ഭയങ്കര. ഇവിടെ ഇല വീണ ഇവിടെ ജീപ്പില് പോണം. ഓന് ജീപ്പില് പോകണ്ടോ? അയ്യോ, വീണ്ടും ഞങ്ങള് ജീപ്പ് ട്രക്കിങ്ങിന് പോവാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ്. ഇലവീഴ പൂഞ്ചിറ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. താഴെ കാണാൻ നല്ലൊരു ചിറയുണ്ട്. ചുറ്റിനും ഇത്ര അധികം മരങ്ങളുണ്ടെങ്കിലും എത്ര കാറ്റ് വീശിയാലും ഈ ചിറയ്ക്കുള്ളിലേക്ക് ഇല ഒന്നും വീഴില്ലെന്നാണ് പറയുന്നത്. അതിനാണ് ഇത്ര ഫേമസ് ആയിട്ടുള്ള പേര് പോലെ തന്നെ ഇലവീഴ പൂഞ്ചിറ എന്നാണ്. സെക്കൻഡ് സ്പോട്ടാണ് മലങ്കര ഡാം. പിന്നെ നമ്മൾ ഇതിലൂടെ നടന്നിട്ട് കുറച്ച് കാണാനുണ്ട് കേട്ടോ. ഇനി കുറച്ച് നടന്ന് ട്രക്കിംഗ് ആവാമല്ലേ. ഇവിടെ എന്താ കാണാനുള്ള ആന്റീന്? ഗുഹയോ? നമ്മളിനി എന്തോ കേവ് കാണാൻ പോവാണ്. മുനിയറ കേവ്. അവിടെ ഇവിടെയാണ്. നമ്മൾ റോങ് ഡയറക്ഷനിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ നടന്നു വന്ന വഴി ചെറുതായിട്ട് തെറ്റിപ്പോയി. ഇവിടെ എല്ലാ ഗേസ് നമ്മുടെ മുനിയറ കേവ് വേറെ സ്ഥലത്താണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം. പേര് എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഇസ് മുനിയറ ഗുഹ, മുനിയറ കേവ്. ശരിക്കും നല്ല അഡ്വഞ്ചറസ് ആണ് അല്ലേ? ഉള്ളില് കണ്ടോ ഒരു ചെറിയ ഗുഹയാണ്. ഇതിന്റെ അകത്തോട്ടാണ്. ആണോ? ഗൈസ്, നമ്മളിങ്ങനെ വെള്ളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കും. അടിപൊളി. നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓ സൂപ്പർ. ബുദ്ധിമുട്ടായിരുന്നു നമ്മള് അതിനെ തരണം ചെയ്ത് ഇറങ്ങി നമ്മളെ കണ്ടു.